എല്ലാവർക്കും നമസ്കാരം. ജനഹിതം 24x7 സ്വാഗതം. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് പാചകവാതകത്തിന്റെ ലഭ്യതയെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ വൈകുന്നു എന്ന പരാതികൾ പലയിടത്തു നിന്നും വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷവും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും നമ്മുടെ അടുക്കളയെ ബാധിക്കുമോ എന്ന പേടിയിലാണ് പലരും. ഈ ആശങ്കകൾക്കെല്ലാം ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഔദ്യോഗികമായി മറുപടി നൽകിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമുണ്ടോ? പുതിയ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, പാചകവാതകത്തിന് രാജ്യത്തൊരു ക്ഷാമവുമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് സിലിണ്ടർ കിട്ടാൻ വൈകുന്നത്? ഈ ചോദ്യം നമ്മൾ ചോദിക്കും. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ഇന്ധന ഇറക്കുമതി തടസ്സപ്പെടുമോ എന്ന പേടിയിൽ ആളുകൾ അനാവശ്യമായി ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് കൂട്ടി. ലോകത്തെ ഇന്ധന ഇറക്കുമതിയുടെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം നിലനിൽക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക് വേണ്ട LPG ശേഖരം നിലവിൽ സുരക്ഷിതമാണെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഈ പേടി കാരണം സിലിണ്ടർ പകുതിയാകുമ്പോൾ തന്നെ പലരും ബുക്കിംഗ് നടത്തുന്നു. ഇങ്ങനെ ബുക്കിങ്ങുകൾ കുമിഞ്ഞു കൂടിയപ്പോൾ വിതരണ ശൃംഖലയിൽ ചെറിയൊരു തടസ്സം നേരിട്ടു എന്നതാണ് സത്യമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഗ്യാസ് ഏജൻസികളിൽ നിന്ന് വീട്ടിലെത്തിക്കുന്ന വിതരണക്കാരുടെ കുറവാണ്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കണക്കുകൾ പറയാം. രാജ്യത്തെ പ്രതിദിന ബുക്കിംഗ് ശരാശരി 55 ലക്ഷം സിലിണ്ടറുകൾ ആയിരുന്നിടത്ത് ഇപ്പോൾ അത് 75 ലക്ഷമായി ഉയർന്നിരിക്കുകയാണ്. അതായത് 20 ലക്ഷത്തോളം ബുക്കിംഗുകൾ പെട്ടെന്ന് വർദ്ധിച്ചു. ഇത് കൈകാര്യം ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്നത് സ്വാഭാവികമാണ്. എന്നാൽ സന്തോഷകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ആഭ്യന്തര പാചകവാതക ഉൽപാദനം മുൻ വർഷത്തേക്കാൾ 30% വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിനാൽ വിദേശ രാജ്യങ്ങളിലെ യുദ്ധം നമ്മുടെ ഗ്യാസ് ലഭ്യതയെ പെട്ടെന്ന് ബാധിക്കില്ല. ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ 48 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യണം എന്നാണ് നിയമം. എന്നാൽ നിലവിലെ തിരക്ക് കാരണം ഇത് 4 മുതൽ 5 ദിവസം വരെ നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിലിണ്ടർ തീർന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് മാത്രം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യുന്നത് വെക്കുന്നത് മറ്റുള്ളവർക്ക് സിലിണ്ടർ കിട്ടാൻ വൈകാൻ കാരണമാകും. അനാവശ്യമായി സിലിണ്ടറുകൾ വാങ്ങിക്കൂട്ടുന്നത് പൂഴ്ത്തിവെപ്പായി കണക്കാക്കി കർശന നടപടികൾ എടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാക്രമം സർക്കാർ മാറ്റിയിട്ടുണ്ട്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ എന്നിവയ്ക്കാണ് ഇപ്പോൾ ആദ്യ പരിഗണന നൽകുന്നത്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും മറ്റ് ഇന്ധന മാർഗങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിലെ പാചകവാതക വിതരണം മുടങ്ങാതിരിക്കാനാണ് സർക്കാർ ഈ മുൻഗണന നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് PNG അഥവാ പൈപ്പ് വഴി വരുന്ന ഗ്യാസ് കണക്ഷനെ കുറിച്ച്. നിലവിൽ രാജ്യത്ത് 60 ലക്ഷത്തോളം ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പൈപ്പ് ഗ്യാസ് സൗകര്യം ലഭ്യമാണെങ്കിൽ അതിലേക്ക് മാറുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം സിലിണ്ടർ തീരുമെന്ന പേടിയോ ബുക്ക് ചെയ്യേണ്ട പ്രയാസമോ അവിടെ ഉണ്ടാകില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതിയാകും. ഗ്യാസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില തട്ടിപ്പുകളെ കുറിച്ചും ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. യുദ്ധം കാരണം ഗ്യാസ് കിട്ടില്ല, വേഗം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ സന്ദേശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ ഫോണിൽ വരുന്ന OTP നമ്പറോ ആർക്കും കൈമാറരുത്. 2026 പുതിയ നിയമപ്രകാരം ഈ KYC നിർബന്ധമാണ്. ഇത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലോ അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മാത്രം ചെയ്യുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങളോ പശ്ചിമേഷ്യയിലെ യുദ്ധമോ നിലവിൽ നമ്മുടെ ഗ്യാസ് വിതരണത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അനാവശ്യമായി സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. സർക്കാർ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിതരണത്തിലെ തടസ്സങ്ങൾ മാറുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം നൽകുന്ന ഉറപ്പ്. അതുകൊണ്ട് പരിഭ്രാന്തരാകാതെ കൃത്യമായ ഇടവേളകളിൽ മാത്രം ബുക്കിംഗ് നടത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം. നന്ദി.